എന്തെന്നാ പറയാ, അത്ര നല്ലൊരു ഫീല്. ശരിക്ക് ഒരാള് ഒരു വീട് എടുക്കുമ്പോ മാക്സിമം അതിൽ എടുത്തിരിക്കുന്ന ആളുടെ എഫർട്ട് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ വലിപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫീലാണ് വരുന്നത്. നമ്മുടെ ലിവിംഗ് റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നണമെങ്കിൽ ഒരു മെത്തേഡാണ്. എല്ലാം PU പെയിന്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. WPC പ്ലസ് PU ഫിനിഷ്. കിച്ചൺ ഇങ്ങനെ കിഡിലെ കിച്ചണാണ്. ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ അത് വളരെ മനോഹരമായി വളരെ ആത്മീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നതേ നാദാപുരത്തിനടുത്ത് പാറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാനൂര് കൂത്തുപറമ്പ് അതിനൊക്കെ അടുത്താണ് സ്ഥലം. കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ അവിടെ ഒരു വീട് ഇന്റീരിയർ വർക്ക് നടക്കുമ്പോൾ ഞാൻ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഫിനിഷ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്താണ് വന്നത്. അപ്പോഴാണ് റിനോവേറ്റ് ചെയ്ത വീടാന്ന് മനസ്സിലായത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ അവരുടെ ഫൈസൽബയുടെ മകളുടെ കല്യാണമാണ്. ഡീറ്റെയിൽ ആയിട്ട് വീട് നമുക്ക് കാണാം. ഈ കണ്ണൂർ ഭാഗത്തുള്ള വീടുകളുടെ പ്രത്യേകതയാണ് ഇതുപോലെ ഒരു വരാന്ത എന്ന് പറയുന്നത്. ഇതുപോലെ ക്ലോസർ ആയിട്ടുള്ള ഒരു സ്പേസ് രസമായിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്ക് വാതിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, അത് അവിടെ നിന്നാണ്. വീടിന്റെ ഒരു വലിയ വലിപ്പം വേണമെങ്കിൽ ആ കടന്നു വരുന്ന വാതിൽ ഇതുപോലെ ഒരു 9 അടി ഹൈറ്റുള്ള ഗംഭീര ഫീലിലാണ്ട് വാതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലായിട്ട് മാറും. ഈ വലിപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫീലാണ് വരുന്നത്. നമ്മുടെ ലിവിംഗ് റൂം TV ഒക്കെ വെച്ചിരിക്കുന്ന ഏരിയ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നണമെങ്കിൽ ഒരു മെത്തേഡാണ്. ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിമ്പിൾ ആയിട്ട് WPC വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ WPC വെച്ചിട്ട് PU പെയിന്റ് അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇതിലൊക്കെ പൊട്ടിയിട്ട് കറക്റ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീൽ ഇതിനകത്ത് നമുക്ക് ഈ റൂമിനകത്ത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുകളിലും സീലിങ്ങിലും ഒരേ കളറാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ സീലിങ്ങിൽ ലൂവർ പ്ലസ് വിനീർ പ്ലസ് ജിപ്സം. ഈ കളർ കോമ്പിനേഷൻ ഈ കളറിനോട് ഈ കളറൊക്കെ മാച്ചായി വരുന്ന കേട്ടോ. ഒരു കളർ കോമ്പിനേഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഭംഗി ശരിക്കും എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു റൂമിനകത്ത് ചെയ്തിട്ടുള്ള കളറുകളൊക്കെ ആ മാച്ചായിട്ടുള്ള കളറുകളാണ്. മാച്ചിങ് കളേഴ്സാണ് ഈ റൂമിന്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ സോഫയൊക്കെ വരാണ്ട്. സോഫയൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം ലെവലാണ്ട് മാറും. ഈ ലിവിംഗ് ഏരിയ 100% സൂപ്പർ ആവും. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഇത് കൂടെ ഒരു എൻട്രിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്തിട്ടുള്ള MS-ലാണ്. MS-ൽ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഈ ബ്രാസ് ഫിനിഷിലാണ് അതിന്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. വളരെ ലളിതമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അധികം സ്പേസ് ഒക്കെ ഒന്നും കളയാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം PU പെയിന്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. WPC പ്ലസ് PU ഫിനിഷ്. ഇവിടെ ഈ ചെതലിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് WPC-യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രൂ ഹോൾഡിങ് അതുപോലെ ഡെൻസിറ്റി ഒക്കെ WPC-ക്ക് ഉണ്ട്. അതുകൊണ്ട് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലൈഫ് ലോങ് ഗ്യാരണ്ടി നമുക്ക് ഈ WPC-ക്ക് പറയാൻ കഴിയും. WPC-യുടെ വർക്ക് തന്നെയാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, വളരെ നന്നായിട്ട് മുകളിൽ കൊടുത്തത്. ഈ മുകളിൽ വിനീറിന്റെ ഫിനിഷ്, ജിപ്സം പ്ലസ് വിനീർ ഫിനിഷാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുഷനിങ് എഫക്റ്റ് ഒക്കെ, കുഷൻ വർക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്താലാട്ടോ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇതൊക്കെ കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ക്ലോസ് ആണ്. ഈ സ്ലൈഡറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ ഇത്ര സ്പേസ് ഉള്ളു. അപ്പോൾ പിന്നെ ഡോർ കൊടുക്കാനുള്ള ഇതില്ല, അതുകൊണ്ട് ഇവിടെ സ്ലൈഡർ കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ടെക്സ്ചർ ഫിനിഷാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ ഇതോടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൂവർ ആ ഫിനിഷ് കൂടി വുഡൻ ലൂവർ അവിടുത്തെ കൊടുത്ത അതേ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ PU തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീടുകളൊക്കെ ഒന്ന് ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഡിസൈൻ വരച്ച് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീട് ചെയ്യാനുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭാഗമായിരിക്കാം വാഷ് ബേസ്. നമ്മളെ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ടുള്ള വാഷ് ബേസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഗ്ലാമർ ആയിക്കോട്ടെ, എല്ലാവരും കാണുന്ന ഒരു ഭാഗമാണ്. കിച്ചൺ ഒന്നും ഉണ്ടല്ലോ, എന്തായാലും ഇതുവരെ എത്തിയതല്ലേ, കിച്ചണിലേക്ക് പോകാം. കിച്ചൺ ഇങ്ങനെ കിഡിലെ കിച്ചണാണ്. ലോഫ്റ്റ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ അക്രിലിക്കാണ്. അക്രിലിക് പാനൽ ശരിക്ക് നമ്മൾ ഈ പാനലിലേക്ക് ഗ്ലാസ് ചെയ്തതിനേക്കാളും ചില സമയങ്ങളിൽ ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ തട്ടിയാൽ പൊട്ടൂല. അതുപോലെ തന്നെ ഈ ഹാൻഡിൽലെസ് ആകുമ്പോഴും കുറെ ഭംഗി ഉണ്ട്. ഇവിടെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കേണ്ടത് പുഷ് ബട്ടൺ തന്നെയാണ്. കാണാനൊരു ഭംഗിയുണ്ട്. അതിന് മുകളിലെ സീലിംഗ് ഒക്കെ ഇട്ടില്ലേ, ഇതൊക്കെ ഗ്രൂ ഇട്ടേക്കുന്നത് വിനീറാണ്. ആ വിനീറിന്റെ ഭംഗി താഴ്ന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന് യോജിക്കുന്ന രീതിയിലാണ് ഫാനൊക്കെ ചെയ്തത്. ഇതൊക്കെ ടൈലാണ്. പക്ഷെ ഈ ടൈലും ഈ ഒരു അക്രിലിക്കും സെയിം പാറ്റേണിൽ വന്നുകൊണ്ട് ഇവിടെ ഒരു മൊത്തത്തിലൊരു വൈറ്റ് ആംബിയൻസ് ഉണ്ട്. കിച്ചൺ നല്ല നീറ്റ് ആയിട്ടിരിക്കും. ഷെൽഫ് ട്രോൾ യൂണിറ്റ് ഒന്നല്ല, ഇത് വെറുതെ ഒരു ഷെൽഫ് ഇങ്ങനെ അടിച്ചാണ് ട്രോൾ യൂണിറ്റ് പോലെ. ഇങ്ങനെ ഇതിനകത്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കാണണം. എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു കിച്ചൺ കളറും തീമും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളൊരു കിച്ചൺ പണിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മോഡല് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്ര നല്ലൊരു വീടല്ലേ, ഇവിടെ നിസ്കരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? സ്ഥലം വേണം. അതാണ് ഈ സ്ഥലം. ഒരു പള്ളിയുടെ ഫീലിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ലൈറ്റ്, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ
വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്ചർ കുട്ടിയില് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ അത് വളരെ മനോഹരമായി വളരെ ആത്മീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്, പക്ഷെ ഇതിന്റെ ആവശ്യകത ഇവിടെ ഉണ്ട്. ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്കൊക്കെ നിസ്കരിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ല രസമായിട്ട്. ഭായി നമ്മളെ വർക്കൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തില്? നന്നായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ടല്ലേ? പക്ഷെ നിങ്ങൾ കുറച്ച് എഫർട്ടും ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പല കാര്യങ്ങളിലും. ആ കാര്യത്തില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ അഭിപ്രായങ്ങൾ 2-3 പ്രാവശ്യം ചിലതെല്ലാം ചേഞ്ച് ആക്കിയ ആള് മടുപ്പൊന്നും ഇല്ലാണ്ട് ടീം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ശരിക്കും ഗ്രൂപ്പ് ഉണ്ടാക്കിണ്ടായിരുന്നു. അതിൽ കുറെ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ? ഓരോ ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പില് സജീവമായിരുന്നു, ഞാൻ കാണലുണ്ട്. അപ്പൊ എന്താ നമ്മുടെ ടീമിനെ കുറിച്ചിട്ട്? നല്ല അഭിപ്രായം, എല്ലാവരും നല്ല സഹകരിക്കുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അന്നല്ല പിറ്റേന്നത് ചെയ്ത് തീർത്ത് ഡിസൈൻ ചെയ്ത് തരും അല്ലെ? ഡിസൈൻ ചെയ്ത് റെൻഡർ ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. 2-3 പ്രാവശ്യം ചില ഡിസൈൻസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു മടുപ്പില്ലാണ്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മള് 3D ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. 3D ചെയ്യുമ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ലാമിനേഷനും പ്ലൈവുഡും ഒക്കെ കട്ട് ചെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല. എല്ലാരും പൈസ ചെന്നൈയിലാണ്, ചെന്നൈയിൽ വർക്കിലാണ്. മൊത്തത്തിൽ നല്ല ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഐഷുടെ തന്നെ സോഫ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ സന്തോഷത്തോടു കൂടി ഓരോ വീടുകളിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന കിട്ടുന്ന ഒരു സ്വീകരണമാണ് ശരിക്കുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. ഈ നാട്ടിൽ നിങ്ങൾ ആദ്യത്തെ അതെ 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 അതെ. പിന്നെ ഒരുപാട് വർക്ക് ഐശ്വര്യത്തോടെ ആവട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം. ഇവിടെ വന്നു ആദ്യമായിട്ടാണ് വരാൻ കഴിഞ്ഞത്. കല്യാണത്തിന് വന്ന് തീർച്ചയായിട്ടും. കല്യാണത്തിന്.